മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്ന വചനം വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനമാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. കാനുവനായ ദൈവമേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലെ മത്തായി 6:33 വചനശക്തി വന്ന് പതിക്കട്ടെ. കർത്താവിന്റെ കാര്യത്തിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊള്ളും. അതെ, കർത്താവ് നമ്മുടെ കാര്യത്തിൽ സദാ ശ്രദ്ധാലുവാണ്. നമ്മുടെ ഉള്ളം കയ്യില് അവിടുത്തെ ഉള്ളം കയ്യിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തിക്കുന്നു. നമ്മുടെ ഒരു മുടിയുടെ കൊഴിയുന്നത് പോലും കർത്താവ് അത്രയധികം ശ്രദ്ധിക്കുന്നു. കർത്താവ് നമ്മളെ പെറ്റമ്മ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും എത്രയോ അധികമായി നമ്മളെ സ്നേഹിക്കുന്നു. ആ ധനവാന്റെ ലാസറിന്റെ ഉപമയില് കർത്താവ് പറഞ്ഞ പോലെ ആ ലാസർ കർത്താവിന്റെ അടുത്തേക്ക് അബ്രാഹിം അടുത്തിലേക്ക് പോയപ്പോൾ ദൈവമേ, ആ ധനവാൻ ചെയ്ത പാപം എന്തായിരുന്നു? ആ ദരിദ്രനായ ലാസറിനെ സ്വന്തം സഹോദരനായി കണ്ടില്ല. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി നമുക്ക് മാറിയാൽ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാം.